ഹായ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. ട്രംപ് മാറി മാറി പലരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യങ്ങളെയും കമ്പനികളെയും പല വ്യക്തികളെയും രാഷ്ട്രത്തലവന്മാരെയും ഒക്കെ തന്നെ ട്രംപ് മാറി മാറി ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ട്രംപ് വന്നപ്പോൾ മുതൽ. കാരണം ട്രംപിൻ്റെ പിടിവാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലോകത്തുള്ള ബിസിനസ് മൊത്തം അമേരിക്കയിൽ ചെന്ന് അമേരിക്കയിൽ അവരുടെ ഇപ്പം ഉൽപ്പാദനം നടത്തുന്നവരാണെങ്കിൽ, സാധനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികളാണെങ്കിൽ അമേരിക്കയിൽ തിരിച്ചു വന്നിട്ട് അവിടെ ബിസിനസ് തുടങ്ങണം എന്നുള്ള പിടിവാശിയിലാണ് ട്രംപ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ നമുക്കറിയാം, ചൈനയുടെ മുകളിൽ വ്യാപാര യുദ്ധം തുടങ്ങി, ടാരിഫ് ബാർ തുടങ്ങി. അപ്പം ബിസിനസ്സുകാർക്കൊക്കെ, കോർപ്പറേഷൻസ് അല്ലെങ്കിൽ ബിസിനസ് മാനുഫാക്ചറേഴ്സിനൊക്കെ തന്നെ ചൈനയിൽ ബിസിനസ് ചെയ്തത് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായതിൻ്റെ ഫലമായിട്ട് പതുക്കെ പതുക്കെ ചൈനയിൽ നിന്നും പല കമ്പനികളും അവർ ആഭ്യന്തരമായി തന്നെ പ്രശ്നങ്ങൾ നേരിടുകയാണ്. ചെറുകിട സ്മോൾ മീഡിയം എൻ്റർപ്രൈസുകളൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയിലാണ്. ബിഗ് കോർപ്പറേഷൻസിന് കുഴപ്പമില്ല, കാരണം അവരുടെ ഓപ്പറേഷൻസ് അവർക്ക് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് അവർക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ചെറുകിട വ്യാപാരികൾക്ക് അല്ലെങ്കിൽ ചെറുകിട ബിസിനസ്സുകാർക്ക് തീർച്ചയായിട്ടും ഏത് രാജ്യത്തായാലും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മുടെ രാജ്യത്തായാലും നമ്മളെപ്പോലെ ചെറിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അടച്ചുപൂട്ടുക എന്നല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. പക്ഷേ വലിയൊരു കോർപ്പറേഷൻ ആകുമ്പം അല്ലെങ്കിൽ വലിയൊരു വ്യവസായ ഗ്രൂപ്പാണെങ്കിൽ അവർക്ക് ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി അവരുടെ കമ്പനി നിർത്തലാക്കുവാനോ അല്ലെങ്കിൽ പൂട്ടാനോ ഒന്നുമുള്ള സാഹചര്യം ഉണ്ടാക്കത്തില്ല. അവർക്ക് ലോകത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്ത് റീലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ട്രംപ് ആദ്യം ചൈനയെ ഭീഷണിപ്പെടുത്തുന്നുണ്ടല്ലോ. ആപ്പിൾ എന്ന് പറയുന്ന ഐഫോൺ നിർമ്മാതാക്കൾ ചൈനയിൽ നിന്നും മാറി ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ, ഉൽപ്പാദനം മാനുഫാക്ചറിങ് കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചത്. കാരണം ചൈനയിൽ ബിസിനസ് ചെയ്യാൻ പറ്റില്ല, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ കൂടുതലായിരിക്കും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ കൂടുതലൊന്നല്ല, കാരണം എക്സ്പോർട്ട് ചെയ്ത് അമേരിക്കൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വളരെ കൂടുതലായതുകൊണ്ട് അവർക്കത് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ആപ്പിൾ ഇന്ത്യയിലേക്ക് അവരുടെ ഉൽപ്പാദന കേന്ദ്രം അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ലൊക്കേഷൻസ് പതുക്കെ കൊണ്ടെത്തിക്കാനുള്ള തീരുമാനം എടുത്തു വരുമ്പോഴാണ് ട്രംപിൻ്റെ അടുത്ത സമയത്ത് ആപ്പിളിനോട് ഒന്ന് മുട്ടി നോക്കി. ടിം കുക്കായിട്ടുള്ളവരുടെ സിഇയോട് പറഞ്ഞിട്ട്, ഇന്ത്യയിൽ നിങ്ങൾ ബിസിനസ് ചെയ്യേണ്ട, ഇന്ത്യക്കാരുടെ കാര്യം നോക്കിക്കോളും, നിങ്ങൾ അമേരിക്കയിൽ ബിസിനസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞത്, കാരണം അമേരിക്കയിൽ മറ്റ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ചൈനയെ പോലോ അല്ല ഇന്ത്യയെ പോലോ അല്ലെങ്കിൽ മറ്റ് ഇപ്പം മെക്സിക്കോ പോലുള്ള രാജ്യങ്ങളിൽ പോലുള്ള ലേബർ ചാർജ് അല്ല അമേരിക്കയിലുള്ളത്. അമേരിക്കയിൽ വലിയ തോതിലുള്ള ലേബർ ചാർജ് നിലനിൽക്കുന്നുണ്ട്. മാനുഫാക്ചർ ചെയ്യാൻ മാനുഫാക്ചറേഴ്സിന് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാകും. കാരണം അവരുടെ ഉൽപ്പന്നങ്ങൾ മാനുഫാക്ചർ ചെയ്ത് തരുമ്പോഴത്തേക്ക് വൻതോതിലുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആകുന്നുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും അത് ഗ്ലോബൽ മാർക്കറ്റിൽ കോമ്പറ്റീറ്റീവായിട്ട് വിറ്റഴിക്കാൻ സാധിക്കാത്തതുണ്ട്. പ്രത്യേകിച്ച് മാനുഫാക്ചറേഴ്സ് ഒന്നും തന്നെ അമേരിക്കയിൽ ഇതുപോലുള്ള ഉൽപ്പാദനം നടത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കോർപ്പറേഷൻസിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ലാഭം ഉണ്ടാക്കുക, മാക്സിമം ലാഭം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. അവർക്ക് എങ്ങനെ ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്ത് ഏത് സ്ഥലത്ത് ലേബർ ചാർജ് ഏറ്റവും കുറവാണോ അവിടെ അവരുടെ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ബിസിനസ് ലൊക്കേഷൻസ് അല്ലെങ്കിൽ ബിസിനസ് അവർ ലൊക്കേറ്റ് ചെയ്തിട്ട് അങ്ങനെ അവർ, നമ്മൾ പണ്ട് മുതലേ അങ്ങനെ, കാരണം എക്കോണമിയിലെല്ലാം സമ്പദ് വ്യവസ്ഥയിലെല്ലാം അങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും. അല്ല ഹൈ ലേബർ കോസ്റ്റ് അല്ലെങ്കിൽ ഹൈ ലേബർ ചാർജ് ഉള്ള ഒരു സ്ഥലത്തും ഒരു കോർപ്പറേഷനും അല്ലെങ്കിൽ മാനുഫാക്ചറേഴ്സും അവരുടെ ബിസിനസ് ലൊക്കേറ്റ് ചെയ്യാനോ റീലൊക്കേറ്റ് ചെയ്യാനോ ആഗ്രഹിക്കുന്നില്ല. കാരണം ഏതൊരു കമ്പനിയുടെ ഏറ്റവും കൂടുതൽ ചിലവിലേക്ക് വരുന്നത് അവരുടെ ലേബർ ചാർജ് ആയിരിക്കും. എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ തൊഴിലാളിയുടെ വേതനം അല്ലെങ്കിൽ തൊഴിലാളിയുടെ ശമ്പളമായിരിക്കും അവരുടെ ചിലവിൻ്റെ നല്ലൊരു ഭാഗവും കൺസ്യൂം ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ ലാഭത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ലേബർ ചാർജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു കമ്പനിയും തീർച്ചയായിട്ടും ലേബർ ചാർജ് കൂടുതലുള്ളിടത്ത് ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടത്തില്ല. പക്ഷേ ട്രംപ്
ഭീഷണിപ്പെടുത്തി നോക്കി. ആ, ആപ്പിൾ കമ്പനിയുടെ CEO ഒക്കെ അമേരിക്കയിലേക്ക് ബിസിനസ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഇന്ത്യക്കാർ അവരുടെ കാര്യം നോക്കുള്ളൂ, ഇന്ത്യയിൽ നിങ്ങൾ ബിസിനസ് ചെയ്യലെന്ന് പറഞ്ഞു. പക്ഷേ അത് ഒന്നും വകവയ്ക്കാതെ, കാരണം വകവയ്ക്കാൻ പറ്റത്തില്ലല്ലോ. ഐഫോണിൻ്റെ ഉൽപ്പാദനം കൂട്ടാൻ ആപ്പിൾ തീരുമാനിച്ചു കഴിഞ്ഞു. അവരുടെ കൊളാബറേറ്റേഴ്സ് ആയിട്ടുള്ള ഫോക്സ്കോൺ ഇന്ത്യയിൽ പ്ലാന്റുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. PLI പദ്ധതി പ്രകാരമുള്ള PLI എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണത്. ഈ ഉൽപ്പാദനത്തെ കൂടുതൽ, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് സെക്ടറിനെ കൂടുതലും എന്താണ് പറയുന്നത്, ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അതിനുള്ള സബ്സിഡികൾ പോലുള്ള കാര്യങ്ങൾ അടങ്ങുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണഭോക്താവ് ആപ്പിളും അതിൻ്റെ നിർമ്മാണ പങ്കാളികളുമായിട്ടുള്ള ഫോക്സ്കോണും ടാറ്റയൊക്കെ തന്നെയാണ്. അപ്പം ആപ്പിളിനോട് ട്രംപ് പറഞ്ഞു അമേരിക്കയിൽ വന്ന് ബിസിനസ് ചെയ്യാൻ, ഇന്ത്യയിൽ ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ അതിന് വിരുദ്ധമായിട്ടല്ലെങ്കിൽ അത് കേൾക്കാതെ തന്നെ ആപ്പിൾ ഇന്ത്യയിൽ ഐഫോൺ നിർമ്മാണം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങിയാണ്. അവരുടെ പ്രധാന കരാർ നിർമ്മാതാക്കളായിട്ടുള്ള ഫോക്സ്കോൺ $150 കോടി പ്ലാന്റുമായി മുന്നോട്ട് പോവുകയാണെന്ന് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അറിയിക്കുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓൾറെഡി അവർ തമിഴ്നാട്ടിലെ ചെന്നൈയിൽ കാഞ്ചീപുരത്ത് ഫോക്സ്കോണിൻ്റെ ഇന്ത്യയിലെ യൂണിറ്റുകളിൽ ഒന്നായിട്ടുള്ള യുഴാൻ ടെക്നോളജീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 13,150 കോടി രൂപയുടെ പദ്ധതിക്ക് തമിഴ്നാട് സർക്കാർ അതിന് സ്ഥലവും ബാക്കിയുള്ള അനുമതിയൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു ഒക്ടോബറിൽ 2024. അപ്പോൾ ഫോക്സ്കോണിൻ്റെ പുതിയ നിക്ഷേപം ഈ ഒരു പ്ലാന്റിലേക്ക് പോകുന്നതാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഫോക്സ്കോൺ പ്ലാന്റുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആപ്പിൾ അവർക്ക് അതിനുള്ള ഗ്രീൻ സിഗ്നൽ കൊടുത്തു. അപ്പോൾ ഇന്ത്യയിൽ ബിസിനസ് തുടരാനുള്ള പദ്ധതിയുമായിട്ട് ആപ്പിൾ ട്രംപിൻ്റെ ഭീഷണിക്ക് വഴങ്ങാതെ, അല്ലെങ്കിൽ ഭീഷണി വകവെക്കാതെ ഇന്ത്യയിൽ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുവാൻ തീരുമാനിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ അവരുടെ പങ്കാളിയായിട്ടുള്ള ഫോക്സ്കോൺ ഈ $150 കോടി പ്ലാന്റുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള വാർത്ത, അല്ലെങ്കിൽ അത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അവരറിയിച്ചത്. കാരണം അവിടെ ആയിരിക്കും അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അവിടെയാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ അവരുടെ യൂണിറ്റുകളിലൊന്ന് തമിഴ്നാട്ടിലാണ്. അപ്പോൾ തമിഴ്നാട് സർക്കാർ അതിനെ കഴിഞ്ഞ ഒക്ടോബറിൽ അതിനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. കാരണം ഇത്രയും വലിയൊരു പ്ലാന്റ്, ഇത്രയും വലിയൊരു ബിസിനസ് മാനുഫാക്ചറിങ് യൂണിറ്റ് തീർച്ചയായിട്ടും ബുദ്ധിപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സംസ്ഥാനവും വിട്ടുകൊടുക്കത്തില്ല, അല്ലെങ്കിൽ നഷ്ടമാക്കത്തില്ല. തമിഴ്നാട് നമുക്കറിയാം, അവർ പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ വളരെ മുൻപന്തിയിലുമാണ്. കേരളം പോലുള്ള സ്ഥലമുണ്ട് അവർക്ക് പ്രത്യേകിച്ച്. ഇനി സ്ഥലത്തിൻ്റെ മാത്രം വിഷയമില്ല, അവരുടെ മാറി മാറി വരുന്ന ലീഡർഷിപ്പ് എല്ലാം തന്നെ വ്യവസായങ്ങളെ ഏത് രീതിയിലും പ്രോത്സാഹിപ്പിക്കുകയും അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സർക്കാരാണ് തമിഴ്നാട്ടിലുള്ളത്. അപ്പോൾ ട്രംപ് ചൈനയ്ക്ക് മുകളിൽ ഏർപ്പെടുത്തിയ ടാരിഫ് യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ, അല്ലെങ്കിൽ പശ്ചാത്തലത്തിലാണല്ലോ ആപ്പിൾ ഇന്ത്യയിലേക്ക് അവരുടെ ഓപ്പറേഷൻസ് മാറ്റുവാൻ വേണ്ടി, മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് മാറ്റുവാൻ വേണ്ടി, അല്ല ഇന്ത്യയിൽ മാറ്റുക എന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി ഇന്ത്യയിലുണ്ട്, പക്ഷേ അത് ഉൽപ്പാദനം ഇന്ത്യയിൽ കൂടുതൽ കൂട്ടാൻ വേണ്ടി തീരുമാനിച്ചത്. കാരണം ചൈനയിൽ നിന്ന് പിന്മാറുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ആ പ്രൊഡക്ഷൻ ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് അവർക്ക് ഉൽപ്പാദനം കൂട്ടിയേ വരത്തുള്ളൂ. അപ്പോൾ അതിനുള്ള തീരുമാനം ആപ്പിൾ എടുക്കുകയും അതുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ്, അല്ലെങ്കിൽ നിലവിൽ ഏകദേശം 15% ഉൽപ്പാദനം മാത്രമാണ് അവരുടെ മൊത്തം ഉൽപ്പാദനത്തിൻ്റെ. അപ്പോൾ അത് കൂട്ടുവാൻ വേണ്ടിയാണ് തീർച്ചയായിട്ടും ആപ്പിൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഉടൻ തന്നെ ഉൽപ്പാദനം 4-1 ഉയർത്താനാണ് കമ്പനിക്ക് ഉദ്ദേശമുള്ളത്. 4 എന്ന് പറയുമ്പോൾ 25%, 15% നിന്ന് 25%. ഗ്രാജുവലി അത് അവർ ഉയർത്തിക്കൊണ്ട് വരും. കാരണം പെട്ടെന്ന് അവർക്ക് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ ഇവിടെ ഇല്ല. അവരുടെ ആകെയുള്ള 2 പങ്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഫോക്സ്കോണും ടാറ്റയാണ്. അപ്പോൾ ഈ 15% ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ മാത്രമേ ഇന്ത്യയിലുള്ളൂ. അപ്പോൾ 4-1 എന്ന് പറയുന്നത് 25%. ഇനി 10% കൂടെ കൂടുതൽ അവർക്ക് ഉൽപ്പാദിപ്പിച്ച് അതിനെ വിതരണം ചെയ്യണമെങ്കിൽ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, പ്ലാന്റ്, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസിൻ്റെ എക്സ്പാൻഷൻ ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കണം. അത് പെട്ടെന്ന് നടക്കത്തില്ല, ഗ്രാജുവലി വരത്തുള്ളൂ. ഇപ്പോൾ ഉള്ള യൂണിറ്റിൽ നിന്നും അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് 15%, ആപ്പിളിൻ്റെ മൊത്തം ഉൽപ്പാദനത്തിൽ.
അപ്പോൾ അത് 4 തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവർ എക്സ്പാൻഷൻ ടാറ്റയുടെ പ്ലാനിലും ഫോക്സ്കോണിൻ്റെ പ്ലാനിലും ഒക്കെ എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് ആപ്പിളിൻ്റെ തീരുമാനത്തെ ട്രംപ് എന്താ പറയുന്നത്, അതിൽ നിരസം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലായ്മ പ്രകടിപ്പിക്കുകയും ഇന്ത്യക്ക് അനുകൂലമല്ലാത്ത രീതിയിലുള്ളൊരു പ്രസ്താവന ഇറക്കുകയൊക്കെ ചെയ്തത് കഴിഞ്ഞ ആഴ്ചയാണ്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ്. എനിക്കൊന്ന് ഓപ്പറേഷൻ സിന്ദൂർ ഏതോ രീതിയിൽ ട്രംപിനെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇന്ത്യ ബോൾഡായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്വതന്ത്രമായിട്ടുള്ള ഒരു നിലപാടെടുത്തതിൻ്റെ കൂടെ ഒരു എന്താ പറയുക ഇറിറ്റേഷൻ ആയിരിക്കാം. ആ ഇറിറ്റേഷനിൽ നിന്നും ഉണ്ടായിട്ടുള്ള നീരസം പ്രകടിപ്പിക്കലാണ് ഈ ആപ്പിളിനെ ഒന്ന് ഭീഷണിപ്പെടുത്തി നോക്കിയത്. ട്രംപ് ആപ്പിളിന്റെ മേധാവിയായിട്ടുള്ള ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള ടിം കുക്കിനോട് പറഞ്ഞത് ഇന്ത്യയിൽ ആപ്പിൾ നിർമ്മാണം നടത്തുന്നതിനോട് അമേരിക്കയ്ക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ താല്പര്യമില്ലെന്നാണ് പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും താരിഫ് ചുമത്തുന്ന രാജ്യമാണ് ഇന്ത്യ എന്നാണ് ട്രംപിന്റെ പ്രധാന വിമർശനം. അത് ട്രംപ് ആദ്യ സമയം പ്രസിഡന്റ് ആയിരുന്ന സമയത്തും ഇന്ത്യക്കെതിരെയും ചൈനയ്ക്കെതിരെയൊക്കെ തന്നെ ഈ ഒരു ബ്ലെയിം അല്ലെങ്കിൽ എന്താണ് പറയുക കുറ്റപ്പെടുത്തലുകൾ ഇപ്പോൾ വളരെ ശക്തമായിട്ടുണ്ട്. ഒരു മാസം മുമ്പ് എന്താണ് പറയുന്നത്, ഇന്ത്യ, ചൈന, ബ്രസീൽ, ഈ 3 രാജ്യങ്ങൾ എന്താ ഒരു വാക്ക് അദ്ദേഹം ഇംഗ്ലീഷിൽ ഉപയോഗിച്ച് ഞാൻ ഓർക്കുന്നില്ല, ഏറ്റവും കൂടുതൽ ലോകത്ത് ടാരിഫ് ചുമത്തുന്ന രാജ്യങ്ങളാണെന്നുള്ളൊരു കുറ്റാരോപണം ട്രംപ് നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ഇത് ബ്രിക്സിലുള്ള 3 രാജ്യങ്ങളാണെന്നുള്ളത് ആലോചിക്കണം. ഇപ്പോൾ ബ്രിക്സിനെ പൊളിക്കാന്നുള്ളൊരു ചിലപ്പോൾ ഒരു ലക്ഷ്യം കൂടി അതിനകത്ത് ചിലപ്പോൾ കാണുമായിരിക്കാം. പക്ഷേ ഇന്ത്യക്കെതിരെ, ചൈനയ്ക്കെതിരെയൊക്കെ അദ്ദേഹം ആദ്യ സമയം മുതലേ ഇതുപോലുള്ളൊരു ആരോപണം ഉയർത്തുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ടാരിഫ് ചുമത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്നുള്ളത്. അതുകൊണ്ട് ഇന്ത്യയിൽ നിങ്ങൾ ബിസിനസ് ചെയ്യല്, തിരിച്ച് അമേരിക്കയിൽ വന്നിട്ട് ബിസിനസ് ചെയ്യാനാണ് പറയുന്നത്. എങ്ങനെ സാധിക്കും? കാരണം ഹൈ ലേബർ കോസ്റ്റ് അവിടെ നിലനിൽക്കുന്ന മറ്റെല്ലാ സാഹചര്യങ്ങളും ഉണ്ടെന്ന് തന്നെ നമ്മളങ്ങ് വെച്ചോളൂ അമേരിക്കയിൽ. പക്ഷേ അവിടുത്തെ ലേബർ കോസ്റ്റ് ഒരു മാനുഫാക്ചറേഴ്സിനും താങ്ങാൻ പറ്റുന്നതല്ല. മറ്റൊരു ചാൻസും ഓപ്ഷനും ഇല്ലെങ്കിൽ മാത്രമേ അമേരിക്കയിൽ പോയിട്ട് മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഫോക്സ്കോൺ ആപ്പിളിൻ്റെ ഒരു പങ്കാളിയാണ് ഇന്ത്യയിൽ നിന്നില്ല. അപ്പോൾ അവരവരുടെ പ്രൊഡക്ഷൻ ഡിസ്പ്ലേ മൊഡ്യൂൾ പ്ലാന്റുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് ഐഫോൺ ആപ്പിൾ ഇന്ത്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നതിൻ്റെ ഭാഗമാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. 2025 സാമ്പത്തിക വർഷം, അതായത് 24-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള മൊബൈൽ ഫോൺ കയറ്റുമതി ഇന്ത്യയിൽ നിന്ന് മൊത്തമുള്ള മൊബൈൽ ഫോൺ കയറ്റുമതി 2 ലക്ഷം കോടി രൂപ കടന്നിരുന്നു, ഉയർന്ന നിരക്കായിട്ടുള്ള. ഇതിൽ ഐഫോണിൻ്റെ മാത്രം 1.5 ലക്ഷം കോടിയാണെന്നും ആലോചിക്കണം. അപ്പോൾ ഏറ്റവും കൂടുതൽ മൊബൈലിനകത്തിൽ മേജർ പോർഷനും ഐഫോണിൻ്റെയാണ്. അപ്പോൾ അത് കേന്ദ്ര IT മന്ത്രി അറിയിച്ചതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഐഫോണിൻ്റെ എക്സ്പോർട്ട് ഇന്ത്യയിൽ നിന്നും വൻതോതിൽ നടത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതോടെ കണക്കെടുത്തുകൊണ്ടായിരിക്കണം ആപ്പിൾ ഇന്ത്യയിലെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് 23,000 കോടി രൂപയുടെ പ്രൊമോഷൻ, എക്സ്പോർട്ട് പ്രൊമോഷൻ, നിർമ്മാണത്തിന്, എക്സ്പോർട്ടല്ല പ്രൊഡക്ഷൻ, നമ്മൾ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് എന്ന് പറയുന്ന, അപ്പോൾ അതിനുവേണ്ടി 23,000 കോടി രൂപയുടെ പ്രോത്സാഹന നയത്തിന് കേന്ദ്രം അംഗീകാരം നൽകിയിരുന്നു. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടുണ്ട്. PLI പദ്ധതി പ്രകാരമുള്ള സബ്സിഡികളുടെ ഏറ്റവും വലിയ ഗുണഭോക്താവ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആപ്പിളാണ്. ആപ്പിളിൻ്റെ പങ്കാളികളായിട്ടുള്ള ഫോക്സ്കോൺ, ടാറ്റ ഇലക്ട്രോണിക്സ്, ഇവരാണ് ഇന്ത്യയിലെ ആപ്പിളിൻ്റെ പങ്കാളികൾ. എന്നുവെച്ചാൽ ഈ ആപ്പിളിൻ്റെ എന്ന് പറയുന്ന പ്രോഡക്ട്സിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പാർട്സും കമ്പോണൻസും ഒക്കെ തന്നെ നിർമ്മിക്കുന്നത് ഈ പറഞ്ഞ ഫോക്സ്കോണും ടാറ്റ ഇലക്ട്രോണിക്സുമാണ്. പെഗാട്രോൺ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു, അത് പക്ഷേ ടാറ്റ ഏറ്റെടുത്തു. മൂന്ന് പേരായിരുന്നു ശരിക്കും പറഞ്ഞാൽ, 3 കരാർ നിർമ്മാതാക്കളായിരുന്നു. അതിലൊന്ന് ഫോക്സ്കോൺ, ഒന്ന് ടാറ്റ ഇലക്ട്രോണിക്സ്, പിന്നെ പെഗാട്രോണ് ടാറ്റ അടുത്ത കാലത്ത് ഏറ്റെടുത്ത് ഇപ്പോൾ 2 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കമ്പനികൾക്കാണ് ഏകദേശം 75%-ലധികം ലഭിച്ചത്. കാരണം അവരാണ് മേജറായിട്ടുള്ള മൊബൈൽ ഫോണിൽ തന്നെ ഏറ്റവും മേജറായിട്ടുള്ള പ്രൊഡ്യൂസർ ആപ്പിളാണ്. കാരണം അതാണ്ട് 2 ലക്ഷം രൂപ നമ്മുടെ കയറ്റുമതിയിൽ 2 ലക്ഷം കോടി രൂപയിൽ ഏകദേശം 1.5 ലക്ഷം കോടി രൂപയെ ആപ്പിളിൻ്റെ
ഐഫോൺ കയറ്റുമതിയാണ് കൈയടക്കിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കതിനകത്ത് നിന്നും അവരുടെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും ഇത് വളരെയധികം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്, അതിനുള്ളൊരു പൊട്ടൻഷ്യലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആപ്പിൾ ആ ഒരു രീതി, ആ ഒരു പിന്നെ ലക്ഷ്യവും കൂടെ മനസ്സിലാക്കി കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ചൈന ഫാക്ടർ ഉണ്ട്. ചൈനയുടെ മുകളിൽ ട്രംപ് ഏർപ്പെടുത്തിയിട്ടുള്ള ടാരിഫ് അതൊരു കാരണമാണ്. അതിനപ്പുറത്ത് ഇന്ത്യയിൽ നിന്നും വർദ്ധിച്ചു വരുന്ന ഈ പറഞ്ഞ മൊബൈൽ ഫോണിൻ്റെ കയറ്റുമതി, അതിലേറ്റവും കൂടുതൽ ഐഫോണിന് കയറ്റുമതി ആണുള്ളത്. അപ്പോൾ ഈ ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ്റെ എല്ലാ അടിസ്ഥാനത്തിലായിരിക്കും തീർച്ചയായിട്ടും ഐഫോൺ നിർമ്മാതാക്കളായിട്ടുള്ള ആപ്പിൾ ഇന്ത്യയിൽ അവർ ഉൽപ്പാദനവുമായി മുന്നോട്ട് പോകുവാനും ഉൽപ്പാദനം കൂട്ടുവാനും, അതായത് ഇപ്പോൾ ഏകദേശം 15%, അവരുടെ മൊത്തം ഗ്ലോബൽ പ്രൊഡക്ഷൻ്റെ 15%ആണ് ഇന്ത്യയിൽ എന്നുള്ളത്. അത് 4 പറയുമ്പോൾ 25% അവർ വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, കാരണം അതിന് അത്യാവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, പ്ലാന്റും മാനുഫാക്ചറിങ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഫെസിലിറ്റീസൊക്കെ അവർക്ക് വർദ്ധിപ്പിക്കേണ്ടി വരും. അപ്പോൾ അതിന് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ടാറ്റയും ഫോക്സ്കോണും ഒക്കെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അവരത് ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മാനുഫാക്ചറിങ് കപ്പാസിറ്റി കൂട്ടാനും, അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് 25% ഇന്ത്യയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് അവർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ട്രംപിൻ്റെ ഭീഷണി യാതൊരു രീതിയിലും ഏശുന്നില്ല, വില പോകുന്നില്ല എന്നുള്ള കാര്യമാണ് നമുക്കിതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നമ്മൾ പറഞ്ഞ് ബിസിനസ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും നോക്കുന്ന ഏറ്റവും കുറഞ്ഞ ചിലവിൽ അവർക്ക് അവിടെ ബിസിനസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ അമേരിക്കൻ കോർപ്പറേഷൻ ആണെങ്കിൽ തന്നെയും അവർ നോക്കുന്നത് അവർക്ക് ഏറ്റവും കുറഞ്ഞ ചിലവില്ല, പ്രത്യേകിച്ച് ലേബർ ചാർജ് ഏറ്റവും കുറഞ്ഞതായിട്ട് നിലനിൽക്കുന്ന ഒരു സ്ഥലം ഏത്, രാജ്യമേത് എന്ന് മാത്രമേ അവർ നോക്കാറുള്ളൂ. അതിനുശേഷം ബാക്കിയുള്ള ഫെസിലിറ്റീസ് എല്ലാം അവർ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിക്കും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആപ്പിൾ ഇത്രയും നാളും അവരെ ഏറ്റവും കൂടുതൽ അവർക്ക് ചൈന ഒരു വലിയൊരു സഹായമായിരുന്നു. കാരണം അവിടുത്തെ വളരെ കുറഞ്ഞ ലേബർ ചാർജ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആപ്പിളിന് ഇത്രയും വെൽത്ത് ഉണ്ടാക്കാനും അല്ലെങ്കിൽ ലോക കമ്പോളത്തെ അവർക്ക് കീഴടക്കുവാനും സാധിച്ചു എന്നുള്ളത് ആപ്പിളിന് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ തീർച്ചയായിട്ടും ലേബർ കോസ്റ്റിൻ്റെ അല്ലെങ്കിൽ ലേബർ ചാർജിൻ്റെ വിഷയമല്ല, മറിച്ച് ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്ന ടാരിഫിൻ്റെ വിഷയമാണ്. കാരണം ഇത്ര ഉയർന്ന ടാരിഫുമായിട്ട് തീർച്ചയായിട്ടും അവർക്ക് അമേരിക്കൻ മാർക്കറ്റിലേക്ക് ചൈനയിൽ നിന്നും ഈ കുറഞ്ഞ ചിലവിൽ ഉൽപ്പാദിപ്പിച്ച പ്രോഡക്റ്റ് ആണെങ്കിൽ തന്നെയും ടാരിഫ് കൂടെ ആഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വൻതോതിലുള്ള അല്ലെങ്കിൽ വലിയൊരു വിലയിൽ മാത്രമേ അവർക്ക് അമേരിക്കൻ മാർക്കറ്റിലോ അല്ലെങ്കിൽ മറ്റുള്ളിടത്തോ അവർക്ക് വിറ്റഴിക്കാൻ സാധിക്കത്തുള്ളൂ. അത് സാധ്യമല്ല എന്നുള്ളത് കണ്ടുകൊണ്ടാണ് ചൈനയിൽ നിന്നും ആപ്പിൾ പതുക്കെ വിഡ്രോ ചെയ്തിട്ട് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ മാനുഫാക്ചറിങ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട്, അത് പൂർണ്ണമായിട്ടും ഇല്ല കേട്ടോ, ചൈനയിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. കാരണം അമേരിക്കയും ചൈനയും തമ്മിൽ വ്യാപാരത്തെക്കുറിച്ചുള്ള ടോക്സ് അല്ലെങ്കിൽ ഡയലോഗ്സ് ഒക്കെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നമ്മൾ നേരത്തെ പറഞ്ഞ ട്രംപ് ഏർപ്പെടുത്തുന്ന ആ ഒരു ടാരിഫ് ഒരു ഫ്രീസ് ഉണ്ട്, അല്ലെങ്കിൽ നിർത്തിവെക്കുന്ന, അത് ചൈനയ്ക്കെതിരെ 90 ദിവസത്തേക്ക് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ബേസിക്കായിട്ടുള്ള ബേസ് ലൈൻ ടാരിഫ് തുറന്നുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ട്രേഡ് ടോക്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൽ നിന്ന് അവർക്ക് പരസ്പരം മ്യൂച്വലി ബെനഫിഷ്യലായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പഴയ പോലെ തന്നെ ഒരുപക്ഷെ ചൈനയിൽ അവർക്ക് ഉൽപ്പാദനം തുടങ്ങുവാനും എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ നിന്ന് അവർ അന്നേരം ഇന്ത്യയിൽ പൂട്ടിക്കിട്ടി അങ്ങോട്ട് പോകുന്നല്ല ഞാൻ പറഞ്ഞത്. തൽക്കാലം ചൈനയിൽ അവർക്ക് ബിസിനസ് ചെയ്യാൻ സാധ്യമല്ല. അവർക്കെന്നല്ല ഒരു കോർപ്പറേഷനും അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിനും ചൈനയിൽ ബിസിനസ് ചെയ്യാൻ സാധ്യമല്ല, കാരണം ഈ ടാരിഫ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ട്രംപ് പല രീതിയിലുള്ള ഭീഷണികൾ രാജ്യങ്ങൾക്കെതിരെയും രാജ്യങ്ങളുടെ നേതാക്കൾക്കെതിരെയും അല്ലെങ്കിൽ ഇതുപോലുള്ള കമ്പനിയുടെ തലപ്പത്തിരിക്കുന്നവർക്കെതിരെയൊക്കെ തന്നെ ട്രംപ് ഈ ഭീഷണി മുഴക്കുകയും അല്ലെങ്കിൽ ഇതുപോലുള്ള ചില കുതന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് കാര്യമായിട്ടുള്ള രീതിയിൽ ഏശുന്നില്ല. കാരണം ഇന്ത്യയും പുള്ളി പരമാവധി പ്രഷർ ചെയ്യാനൊക്കെ ശ്രമിച്ചു നോക്കി, പക്ഷേ അത് പറ്റില്ല എന്ന് കാണുമ്പോഴാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ, പ്രത്യേകിച്ച് പാകിസ്ഥാനായിട്ടുള്ള നമ്മുടെ പ്രശ്നം ആ സമയം മുതൽ ഇങ്ങോട്ട് ഇന്ത്യക്ക് അനുകൂലമല്ലാത്ത നിലപാടുകൾ എടുക്കുകയും അല്ലെങ്കിൽ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചുകൂടെ പറയാനുള്ളത്. അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.
Till then, have a wonderful day. Thank you for watching and sharing. Sorry, thank you for watching and listening.